ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ 54% തീരുവ പിൻവലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു വരികയാണ്. എന്നാൽ ട്രംപ് അത് നിരസിച്ചു. അങ്ങനെ ചൈനയും അമേരിക്കയും ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്തി. അതുമാത്രമല്ല, ചൈന രണ്ട് തരത്തിൽ അമേരിക്കയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ നിലപാട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഹോളിവുഡ് സിനിമകൾ ചൈനയിൽ നിരോധിക്കുക എന്നതാണ്. രണ്ടാമത്തേത്, അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക. ഇത്തരത്തിലുള്ള ഇരട്ട ആക്രമണം അമേരിക്കയെ തീർച്ചയായും അസ്ഥിരപ്പെടുത്തുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതിനർത്ഥം ചൈനയുടെ സിനിമാ വിപണി ലോകത്തിലെ രണ്ടാമത്തെ വലിയ വിപണിയാണെന്നാണ്. 2023 വർഷം മൊത്തത്തിലെടുത്താൽ ചൈനയുടെ ആകെ ബോക്സ് ഓഫീസ് വരുമാനം $7.75 ബില്യൺ. ഇവയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ചൈനീസ് സിനിമകളായിരുന്നു. ചൈനീസ് സിനിമകളാണ് 83.77% നേടിയത്. ബാക്കിയുള്ളവ ഹോളിവുഡ് സിനിമകളായിരുന്നു. ഹോളിവുഡ് സിനിമകളുടെ വിഹിതം കുറവാണെങ്കിലും അവയിൽ നിന്നുള്ള വരുമാനം കൂടുതലാണ്. അതുകൊണ്ട് ചൈനീസ് വിപണി ഹോളിവുഡ് വ്യവസായത്തിന് വളരെ പ്രധാനമാണ്. 2023 മാത്രം ഹോളിവുഡ് $1.26 ബില്യൺ വരുമാനമാണ് നേടിയത്. ഇതിനു പുറമെ ചില ഹോളിവുഡ് ചിത്രങ്ങൾ ചൈനയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോളിവുഡ് ചിത്രമായ സുട്ടോപ്പിയ ചൈനയിൽ മാത്രം $235.6 മില്യൺ നേടിയത്. ഹോളിവുഡ് തീർച്ചയായും ഈ വിപണി ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഹോളിവുഡ് ചലച്ചിത്ര പ്രവർത്തകർ ഇക്കാര്യത്തിൽ ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യവും ഉറപ്പാണ്. ഇത് US നികുതി സമ്പ്രദായത്തിൽ മാറ്റത്തിന് കാരണമാകും. മറുവശത്ത് അമേരിക്കയിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈന നിരോധനം പ്രഖ്യാപിച്ചു. US കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് ചൈന. ആ അർത്ഥത്തിൽ ഈ നിരോധനം അമേരിക്കയെ സാരമായി ബാധിക്കുമെന്ന് പറയപ്പെടുന്നു. USDA ഫോറിൻ അഗ്രികൾച്ചറൽ സർവീസിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം 2022 സാമ്പത്തിക വർഷത്തിൽ അമേരിക്ക ചൈനയിലേക്ക് $36.4 ബില്യൺ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. ഇത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണ്. 2023 കണക്കനുസരിച്ച് US കാർഷിക കയറ്റുമതിയുടെ 17% ചൈനയിലേക്കായിരുന്നു. നിലവിൽ താരിഫ് കാരണം ചൈന അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളായ സോയാബീൻ, സോർഗം, ചിക്കൻ, പന്നിയിറച്ചി, ബീഫ്, ഉണക്കമുന്തിരി എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ അമേരിക്കൻ പന്നിയിറച്ചിക്ക് 81% തീരുവയും ബീഫിന് 56% തീരുവയും ചുമത്തുന്നു. അത്തരം നികുതികൾ അമേരിക്കൻ കർഷകരെ പ്രകോപിപ്പിക്കും. കാരണം നികുതി കൂടുതലാണെങ്കിൽ ചൈനയിലും വില ഉയരും. അതുകൊണ്ട് ആരും തന്നെ അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല. ഇത് കാർഷികോൽപാദനത്തിൽ സ്തംഭനാവസ്ഥയ്ക്ക് കാരണമാകും. ഡിമാൻഡ് കുറയും. അതനുസരിച്ച് വിലയും കുറയും. അമേരിക്കൻ കർഷകർ കഷ്ടപ്പെടും. കാർഷിക വായ്പകൾ നൽകുന്ന ബാങ്കുകൾ, വളം, യന്ത്രനിർമ്മാണ കമ്പനികൾ എന്നിവയ്ക്കും നഷ്ടം സംഭവിക്കും. എന്നാൽ ബിസിനസ് നടക്കില്ല. കാർഷിക മേഖലയിലെ തൊഴിൽ കുത്തനെ കുറയാനും തുടങ്ങും. ഇത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും കാരണമാകും. അവരെ പ്രീണിപ്പിക്കാൻ സർക്കാർ സബ്സിഡികൾ നൽകേണ്ടി വരും. ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന US സർക്കാരിന് ഈ പ്രതിസന്ധി വലിയ തലവേദനയായി മാറും. അമേരിക്ക ഇതിനകം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടെയും വിൽക്കില്ല. അങ്ങനെയാണെങ്കിലും ചൈനയിലേതുപോലെ വിൽപ്പന വലുതായിരിക്കില്ല. ഇന്ത്യ ഒഴികെ മറ്റൊരു രാജ്യത്തും ചൈനയുടേതുപോലുള്ള ജനസംഖ്യയില്ല. അമേരിക്കയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയും എന്ന് പലരും ചോദിച്ചേക്കാം. ഇതും ഒരു പ്രശ്നമാണ്. ഇന്ത്യക്കാർ ചൈനക്കാരെ പോലെ ഉദാരമതികളല്ല. കാരണം രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനത്തിൽ വ്യത്യാസമുണ്ട്. ഓരോ ചൈനക്കാരനും ഏകദേശം പ്രതിവർഷം 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ ജനതയുടെ ശരാശരി വാർഷിക വരുമാനം വെറും 2 ലക്ഷം രൂപ മാത്രമാണ്.